നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, കല്യാണ തലേന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഈ സാരി ഉടുക്കണമെന്ന് അമ്മ പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ ഹെവി വർക്കുള്ള സാരിയാ ഇഷ്ടം. രണ്ടും വേണ്ട, നീയേ എന്തെങ്കിലൊക്കെ ഒന്ന് ഉടുക്ക്. ഒന്ന് പോയേ നിഖിലേട്ടാ, അമ്മ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെ. എപ്പോഴും തമാശയായി നിഖിലേട്ടന്. നിന്റെ ഒരു ഉടുക്കുന്ന സാരി കൊണ്ട് പോടി. ഒരിത്തിരി സ്വസ്ഥ തരൂ. ദേവി ഇത് രണ്ടുപേരും ഒന്ന് ഇറങ്ങി പോ. ഈശ്വര, ഈ ഡ്രിങ്ക്സ് ഒക്കെ നിർത്തിയതാ എന്റെ കഷ്ടകാലം. അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നു. ഈ നിഖിലേട്ടൻ എന്താ ഇങ്ങനെ? പിന്നെ പറഞ്ഞു പറ്റിച്ച എല്ലാവർക്കും വിഷമം വരില്ലേ? അവനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ. എന്തിയടി നിന്റെ സുമംഗലാൻഡി എത്തിക്കൂന്ന് പറഞ്ഞ 100 പവൻ? കല്യാണവും കഴിഞ്ഞ് മധുവിധവും കഴിഞ്ഞ് നിന്റെ പട്ടടയിൽ തൂക്കിയിടാനാണോ? ആദ്യം സ്വർണം വരട്ടെ, അത് കഴിഞ്ഞ് കാറ്, എന്നിട്ട് മതി കല്യാണം. എല്ലാം നീ സ്വയം വരുത്തി വെച്ചതല്ലേ, എന്നിട്ട് ഇത് മൂങ്ങ. ഇനിയും വൈകിട്ടൊന്നുമില്ല. ഞാനൊന്ന് തറപ്പിച്ച് പറഞ്ഞാ മതി. എന്തൊക്കെ ഏർപ്പാടായെങ്കിലും ഏട്ടത്തി കല്യാണം മാറ്റിവെക്കും. എന്താ വേണോ? അല്ലെങ്കിലും ഈ കല്യാണത്തിന് ഈ വീട്ടിൽ ആർക്കും ഒരു താല്പര്യവും ഇല്ല. എനിക്കുൾപ്പെടെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാ മതിയെന്ന. ആ നിഖിലിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. ആകെ ഇത് നടന്നു കിട്ടാൻ ആശിക്കുന്നത് നീ മാത്രം. ഈ വീട്ടിലെ നെടുന്തൂണായ ദർശനയും രൂപേഷും തമ്മിലുള്ള വഴക്ക് എങ്ങും എത്താതെ നിൽക്കുക. ഏട്ടത്തിയാണെങ്കി മനസ്സിന് ഒരു സമാധാനവും കിട്ടാതെ അമ്പലങ്ങൾ തോറും നടക്കുക. പിന്നെ നിഖില് പവിത്രനെ തള്ളിയിട്ട് ആശുപത്രിയിലാക്കിയതിന്റെ ചുരുക്ക് പവിത്രന് ഗിരിജയ്ക്കും ഉണ്ട്. അല്ലെങ്കിലും ഗിരിജയ്ക്ക് നിന്നോടോ എന്നോടോ ഒരു കൂറുമില്ല. ഗിരിജ ഈ കല്യാണം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നില് എന്തോ ഒരു അപകടം ഉള്ളതുപോലെ. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ അടുത്ത് തന്നെ ഒരു കല്യാണം നടക്കേണ്ട വീടാ ഇത്. ഹൽദിയുടെ ദിവസം ഇവിടെ ഉണ്ടായ കോലാഹലമൊക്കെ നീയും കണ്ടതല്ലേ? ഏട്ടത്തെ കൊല്ലൂന്നും പറഞ്ഞ് ഒരുത്തൻ വന്നു. പിന്നെ കുറച്ച് ഗുണ്ടകളും പോലീസും. ഇനി കല്യാണം നടന്നാൽ തന്നെ അന്നത്തെ ദിവസം എന്തൊക്കെയാ സംഭവിക്കാന്ന് ആർക്കറിയാം? അല്ലെങ്കിലും പണ്ട് മുതലേ ഈ മരുവത്തൂരിന്റെ ഒരു ശാപമാ കല്യാണം മുടങ്ങലും മുടക്കിക്കലും ഒക്കെ. അന്ന് രൂപേഷിന്റെ ശില്പയുടെയും കല്യാണത്തിനും പിന്നെ ദർശനയായിട്ടുള്ള വിവാഹത്തിനും ഏറ്റവും കൂടുതൽ വഴിമുടക്കി നിന്നത് നീയാ. അതൊന്നും ആരും മറന്നിട്ടില്ല. ഇപ്പോഴാവുമ്പോ കുറച്ച് പണം നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. ഹൽദിക്ക് വന്ന ബന്ധുക്കൾ എത്ര പേരുണ്ടായിരുന്നു? അതുപോലെ തന്നെയാ കല്യാണത്തിന് നടക്കാൻ പോകുന്നത്. എന്തു പറയുന്നു? ഞാൻ ഏട്ടത്തി വരുമ്പോ പറയട്ടെ. അങ്ങനെ ആരും ഇവിടെ സ്വപ്നം കാണണ്ട. ഒന്നുമില്ലെങ്കിലേ ഓഡിറ്റോറിയത്തിലെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ തൂങ്ങി നിൽക്കും. അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എല്ലാരെയും കൊണ്ട് ഞാനെന്റെ ശവം തീറ്റിക്കും. ഓ പിന്നെ ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ. അന്ന് നീ ഒന്ന് തൂങ്ങാൻ കയറെടുത്തതാണല്ലോ, അത് മണവാട്ടി വേഷത്തില്. എടി, നീ മരിച്ചെന്ന് കരുതി ഈ മരുവത്തൂരിന് ഒരു ചുക്ക് സംഭവിക്കാനില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാ ഈ കുടുംബത്തിലെ എല്ലാവരും. നീ പോയി, അതല്ലാതെ എനിക്കും വലിയ വിഷമമൊന്നുമില്ല. അല്ല പിന്നെ ഇല്ലേ? ഞാൻ മരിച്ച അമ്മയ്ക്ക് ഒന്നുമില്ലേ? ആഹാ, എന്നാ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്താ ഇപ്പൊ ചാവണോ? ഞാൻ ഇറങ്ങിത്തരാം. കഥ കടച്ച് കുറ്റിയിട്ട് സ്വസ്ഥമായിട്ടങ്ങ് മരിക്കടി. അങ്ങനെ ഞാൻ സ്വയം ഒഴിഞ്ഞു പോകുന്ന ആരും വിചാരിക്കണ്ട.
എന്നെ കൈ കഴിഞ്ഞോ നിഖിലേട്ടനെ കൊന്നിട്ട് ഞാൻ ചാവും. ഹാ, അതിരിക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചേ? സാരിയും കൊണ്ട് വലിയ കാര്യത്തില് നിഖിലേട്ടനെ കാണാൻ പോയതല്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നും സംഭവിച്ചില്ല. നിഖിലേട്ടനായിട്ടൊന്നും അല്ല ഞാൻ വഴക്കൂടിയത്. ആ രഞ്ജിനി എന്തിയാ? അമ്മ പറഞ്ഞ സ്വർണ്ണവും കാറൊന്നും ഇതുവരെ അങ്ങോട്ട് കൊടുത്തിട്ടില്ലാന്ന്. അത് കിട്ടിയിട്ട കല്യാണത്തിന് നിഖിലേട്ടനെ അവരെ ഇറക്കുള്ളൂന്ന്. ഓ, അതാണോ കാര്യം? അത് കേട്ടിട്ട് നിന്റെ നിഖിലേട്ടൻ എന്ത് പറഞ്ഞു? നിഖിലേട്ടൻ സ്ത്രീധനം ചോദിച്ച പോലീസിനെ വിളിക്കുന്നവരെ പറഞ്ഞു. എന്നിട്ടും ആന്റി, ആ ഒരു കാര്യത്തിന് വേണ്ടി നീ കിടന്ന് മോങ്ങണ്ട. അവളിനി സ്ത്രീധനത്തെ പറ്റി മിണ്ടില്ല. അത് ഞാൻ ഏറ്റു. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവില്ലെന്ന് വെച്ചാ. അമ്മ ഇതെങ്ങോട്ടാ? സ്ത്രീധനായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാനാണെങ്കിൽ നിഖിലേട്ടന്റെ മാത്രം പേരിൽ എഴുതി കൊടുക്കരുത്. ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ എഴുതണം. അമ്പടി കേമി, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല എഴുതി തരാൻ. രഞ്ജിനേക്കാൾ സ്വർണവും കാറും കിട്ടാൻ നിനക്കാ കൊതിയെന്ന് തോന്നല്ലോ. പിന്നെ അമ്മ ഈ പ്രമാണം എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത്? അത് പറ. ആ 101 പവനിങ് കിട്ടിയിരുന്നെങ്കിൽ കാറും എടുത്ത് നിഖിലേട്ടനെയും കൂട്ടി സ്ഥലം വിടായിരുന്നു. ഈ കല്യാണത്തിന്റെ പൊല്ലാപ്പൊന്നും ഇല്ലാതെ നിഖിലേട്ടനെ പെട്ടെന്ന് അങ്ങ് കയ്യിൽ കിട്ടിയന്. ഞാനൊരു വഴക്കിന് വന്നതല്ല, ഭീഷണിയല്ല. ഇത് നാട്ടിലെ സഹകരണ ബാങ്കിനടുത്തുള്ള എന്റെ 53 സെന്റ് സ്ഥലം നിനക്ക് എഴുതി തന്ന പ്രമാണത്തിന്റെ കോപ്പിയാ. ഇഷ്ടദാനമായി എഴുതി വാങ്ങിയ പ്രമാണത്തിന്റെ കോപ്പിക്ക് എന്ത് വിലയെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നത്. എന്നാ നിനക്കൊരു തെറ്റ് പറ്റി. പ്രമാണം മുഴുവൻ അന്നത്തെ തിരക്കിനിടയില് നീ ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കിട്ടില്ല. എന്റെ മരണം വരെ ഈ വസ്തുവിൽ എനിക്കൊരവകാശം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് ഒന്നുകൂടി വായിച്ചു നോക്കണോ? കേസ് പറഞ്ഞ ചിലപ്പോ പ്രമാണം തന്നെ റദ്ദാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറഞ്ഞത് ഒരു 6 മാസത്തേക്കെങ്കിലും നീ ഇപ്പോ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നിർത്തിവെപ്പിക്കാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ കോപ്പിക്ക് കഴിയും. ചേച്ചി, ഒരു സ്റ്റേ ഓർഡർ വാങ്ങി തരാന്ന് ഏട്ടത്തിയുടെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വക്കീലിനെ വിളിക്കാം. അയ്യോ ചേച്ചി, ചേച്ചി എന്തായി പറയുന്നേ? എന്തിനാ ഇപ്പോ ഒരു സ്റ്റേ ഒക്കെ? ഞാൻ ചേച്ചിയോട് അങ്ങനെയാണോ പെരുമാറിയിട്ടുള്ളത്? എനിക്കറിയാം, മരണം വരെ ചേച്ചിക്ക് ആ വസ്തുവിൽ അവകാശമുണ്ട്. എനിക്കതിൽ തർക്കമൊന്നുമില്ല. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി കഴിയുമ്പോൾ അതിലൊരു ഫ്ലോർ മുഴുവനായി ചേച്ചിക്ക് ഞാൻ വിട്ടുതരും. നിന്റെ വാക്ക് ഇനിയും ഞാൻ വിശ്വസിക്കാനോ? അതൊന്നും വേണ്ട. ആ വസ്തുവിന് ഇപ്പൊ സെന്റിന് 5 ലക്ഷം രൂപ മതിപ്പ് വിലയാ. മതിപ്പ് വിലയല്ല, അത്രയും കിട്ടുമെന്നുള്ള എസ്റ്റിമേറ്റിലാ നീ അത് വെച്ച് ലോൺ എടുത്തിരിക്കുന്നത്.